Hi friends, Alternator part 3 വീഡിയോയിൽ നമുക്ക് ഇന്ന് ഓൾട്ടർനേറ്ററിനകത്തുള്ള ഇന്റേണൽ ഓപ്പറേഷൻ എങ്ങനെയാണെന്നും അതുപോലെ വോൾട്ടേജ് റെഗുലേറ്റർ എങ്ങനെയാണ് ഈ ചാർജിംഗ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബേസിക് സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളിലും വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഓപ്പറേഷൻ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എങ്കിലും ഏകദേശം ഓപ്പറേഷൻ എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എത്ര അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി വന്നാലും ഇപ്പോൾ പഴയ കാലങ്ങളിലുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് പുതിയ വാഹനങ്ങളിൽ PCM തന്നെയാണ്, അല്ലെങ്കിൽ പവർ ട്രെയിൻ കൺട്രോൾ മൊഡ്യൂൾ തന്നെയാണ് വോൾട്ടേജ് റെഗുലേറ്ററുകളെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പല ഇൻപുട്ടുകൾ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാലും അതിന്റെ ബേസിക് ഓപ്പറേഷൻ എങ്ങനെ കറണ്ട് ഉണ്ടാവുന്നു എന്നുള്ള ആ ബേസിക് ഓപ്പറേഷൻ ഇതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് ഏതൊക്കെ കോമ്പോണൻസ് ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇത് കാണുന്നതിന് മുൻപ് ഇതിന്റെ ഓൾട്ടർനേറ്ററിന്റെ പാർട്ട് 1ഉം 2ഉം വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റർ, റോട്ടർ, അതുപോലെ വോൾട്ടേജ് റെഗുലേറ്റർ, റെക്ടിഫയർ, അസംബ്ലി. ഇത്രയുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓൾട്ടർനേറ്ററിന്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് റെഗുലേറ്ററിനകത്തുള്ള കുറെ ഇന്റേണൽ കണക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഓൾട്ടർനേറ്ററിൽ നേരിട്ട് നോക്കി കാണാനായിട്ട് സാധിക്കില്ല, പക്ഷെ ഇതെല്ലാം ഇന്റേണലി കണക്റ്റഡ് ആണ്. ഇനി ഓരോ വാഹനങ്ങളിലും അല്ലെങ്കിൽ ഓരോ മാനുഫാക്ചറും അവർ കൊടുത്തിരിക്കുന്ന കൺട്രോൾ സർക്യൂട്ടുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇനി നമുക്കിതിനെ 3 ഭാഗങ്ങളായിട്ട് ഈ ചാർജിംഗ് സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. കീ ഓൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എൻജിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഓവർ ചാർജിങ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു തുടങ്ങിയ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോകുന്നതിന് മുൻപായിട്ട് ആ കണക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ബാറ്ററി, അതുപോലെ ഇഗ്നിഷൻ സ്വിച്ച് അല്ലെങ്കിൽ കീ സ്വിച്ച്, ചാർജ് വാർണിംഗ് ലൈറ്റ്, അതിൻ്റെ കണക്ഷനുകളാണ് 1, 2, 3. എല്ലാ ഓൾട്ടർനേറ്ററുകളിലും ഓൾട്ടർനേറ്ററിലേക്ക് വരുന്ന ആ കണക്ടറിൽ 3 പിന്നുകൾ ഉണ്ടാവണം എന്ന് തന്നെ നിർബന്ധമില്ല. അത് ഒരു പക്ഷേ ഏറ്റവും പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന 1 പിന്നായിരിക്കാം, അല്ലെങ്കിൽ 2 പിന്നായിരിക്കാം, 3 പിന്നായിരിക്കാം, 4 പിന്നുകളായിരിക്കാം. ഇപ്പോൾ വീണ്ടും പുതിയ ടെക്നോളജി PCM കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ആകെ 2 വയറുകൾ ഉണ്ടാവുള്ളൂ. ഇനി ചില വാഹനങ്ങളിൽ ലൈൻ കണക്ഷൻ വെച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഓരോ ബ്രാൻഡും ഓരോ മാനുഫാക്ചറും ഓരോ രീതിയിലാണ് ഇതിനെ ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഈ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 3 വയറുകളുള്ള കണക്ടറാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3ാമത്തെ വയർ ഒന്ന് ഇഗ്നിഷൻ ലൈനാണ്, ഒന്ന് ബാറ്ററി സെൻസ് ലൈൻ, അടുത്ത് ലൈറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. പുതിയ വാഹനങ്ങളിൽ ലൈറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ലൈനൊന്നും ആവശ്യമില്ല. PCM തന്നെ ചാർജിങ് ഔട്ട്പുട്ട് നോക്കിയിട്ട് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള വാഹനങ്ങളെല്ലാം കാണുന്നത്. ഇനി ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാറ്ററി സെൻസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടെന്ന് മാത്രം. ഇനി ചില വാഹനങ്ങളിൽ 2 പിന്നുകൾ മാത്രമുള്ള അല്ലെങ്കിൽ 2 വയർ മാത്രമുള്ള സിസ്റ്റത്തിലാണെങ്കിൽ ഈ ബാറ്ററി സെൻസിങ് നടക്കുന്നത് ഈ ഉള്ളിൽ തന്നെയാണ്, അതായത് വോൾട്ടേജ് റെഗുലേറ്ററിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3ാമത് സെപ്പറേറ്റ് ഒരു വയർ ഇല്ലാത്തത്. ഇനി ആദ്യം കീ ഓൺ ആക്കി കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇഗ്നിഷൻ സ്വിച്ച് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ 12 വോൾട്ടേജ് സപ്ലൈ ഇതിലൂടെ കയറുന്ന ഈ ഇഗ്നിഷൻ ലൈനിലൂടെ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് വരുന്നു. ഇവിടെ 12 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ IC റെഗുലേറ്റർ ഓൺ ആവുകയും IC റെഗുലേറ്റർ ഓൺ ആവുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ TR1 ഉദ്ദേശിക്കുന്നത് ട്രാൻസിസ്റ്റർ 1 എന്നാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ 1നെ ഓപ്പറേറ്റ് ചെയ്യും. ഈ ട്രാൻസിസ്റ്റർ 1 എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ട്രാൻസിസ്റ്റർ 1 കണക്ട് ചെയ്തിരിക്കുന്നത് ഈ റോട്ടർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അപ്പോൾ ഇതാണ് റോട്ടർ. ഈ റോട്ടറിലേക്ക് ഈ 2 റിങ്ങുകൾ നമുക്ക് സ്ലിപ്പ് റിങ്ങുകൾ എന്ന് പറയാം. ഈ 2 റിങ്ങുകളിലേക്ക് 2 ബ്രഷുകൾ വന്നിരിക്കുന്നുണ്ടായിരിക്കും. ഈ ബ്രഷുകളിലൂടെയാണ് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ ഈ കോയിലിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ കോയിൽ അല്ലെങ്കിൽ ആ റോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ ട്രാൻസിസ്റ്റർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ 1 ഇവിടെ കീ ഓൺ ആവുന്ന സമയത്ത് ഇവിടെ 12 വോൾട്ട് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഈ IC റെഗുലേറ്റർ എന്ത് ചെയ്യും? ഈ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കുകയും അതിന്റെ ഫലമായിട്ട് ഈ 12 വോൾട്ടേജ് സപ്ലൈ ഇവിടെ ഈ 12 വോൾട്ടേജ് സപ്ലൈ ഇതാണ് 12 വോൾട്ടേജ് സപ്ലൈ ലൈൻ. അതായത് നമ്മുടെ ബാറ്ററിയിൽ 12 വോൾട്ട് സപ്ലൈ ഇത് ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങില്ല. കാരണം എന്താണ്? ഈ ഡയോഡുകൾ 1 വേ ഡയോഡുകളാണ്. അപ്പോൾ 12 വോൾട്ടേജ് സപ്ലൈ ഇതിലൂടെ വന്ന് ഈ റോട്ടർ കോയിലിലൂടെ കയറി ഈ ട്രാൻസിസ്റ്ററിലൂടെ ഗ്രൗണ്ട് ആവുന്നു. ഇങ്ങനെ ഗ്രൗണ്ടായി ഇരുന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗ്രൗണ്ടായിട്ട് തുടർച്ചയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻജിൻ കീ ഓൺ ആക്കി വെച്ചു, പക്ഷെ സ്റ്റാർട്ട് ആക്കുന്നില്ല എങ്കിൽ ബാറ്ററി ഡൗൺ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? കീ ഓണായി, ഈ ട്രാൻസിസ്റ്റർ ഓണായി, പക്ഷേ
എഞ്ചിൻ സ്റ്റാർട്ട് ആയാൽ മാത്രമേ റോട്ടർ കറങ്ങുകയും കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആവാത്തിടത്തോളം കാലം എന്ത് സംഭവിക്കും? ഈ സ്റ്റേറ്ററിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിനെ പി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണക്ഷനിൽ ഇവിടെ വോൾട്ടേജ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് IC സിസ്റ്റം മനസ്സിലാക്കി ഇവിടെ വോൾട്ടേജ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഓപ്പറേഷൻ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ട്രാൻസിസ്റ്ററിനെ ഇന്റർമീഡിയന്റ് ആയിട്ട് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഓണാക്കും ഓഫാക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, കുറേ അധികം കറണ്ട് ഒഴുകി പോവില്ല, അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ആവില്ല. എന്നിരുന്നാലും പുതിയ വാഹനങ്ങളിലാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ടായാൽ മാത്രമേ ഇവിടെ ഇതിനെ ഗ്രൗണ്ട് ആക്കുകയും ഈ കോയിൽ മാഗ്നറ്റ് ആവുകയും ചെയ്യുള്ളൂ. ഇത് കുറച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. ഏറ്റവും പഴയ കാലത്ത്, ഏറ്റവും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിലൊക്കെ നമ്മുടെ പണ്ടത്തെ ആശാന്മാരൊക്കെ വർക്ക്ഷോപ്പുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ കീ ഓൺ ആക്കി വെച്ചിട്ട് ഈ പുള്ളിയിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അതല്ലെങ്കിൽ ഒരു ഹാക്സോ ബ്ലേഡോ എല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഇതിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ അട്രാക്റ്റ് ആവുകൊണ്ട് എന്താർത്ഥം? ഇത് അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റ് ആയിരിക്കുന്ന അർത്ഥം. ഇത് മാഗ്നറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിൽ ഓക്കെയാണ്, അതുപോലെ ഈ ബ്രഷുകൾ ഓക്കെയാണ്, ഇതിലേക്കുള്ള സപ്ലൈ ലൈനുകളെല്ലാം ഓക്കെയാണ്. ഇനി ചാർജിങ് നടക്കുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പം അത് പണ്ട് കാലത്തുള്ള ടെക്നോളജി ആയിരുന്നു, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ആളുകൾ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ എഞ്ചിൻ സ്റ്റാർട്ട് ആയാൽ മാത്രമേ ഇത് മാഗ്നറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ റെഗുലേറ്റർ റോട്ടറിനെ മാഗ്നറ്റ് ആക്കുള്ളൂ. പക്ഷെ ഈ സർക്യൂട്ടിലെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറഞ്ഞത്, ഇത് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ വോൾട്ടേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ IC സിസ്റ്റത്തിന് മനസ്സിലായി ചാർജിങ് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഈ റെഗുലേറ്റർ എന്ത് ചെയ്യും? ഈ ട്രാൻസിസ്റ്റർ 2 ഓൺ ആക്കും. ട്രാൻസിസ്റ്റർ 2 കണ്ടിരിക്കുന്നത് എവിടെയാണ്? ചാർജ് വാർണിംഗ് ലൈറ്റിന്റെ ഗ്രൗണ്ട് കണക്ഷനാണ് ട്രാൻസിസ്റ്റർ 2യിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ 2 ഓൺ ആവുന്നതിന് ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ 12 വോൾട്ട് സപ്ലൈ ഓൾറെഡി ഈ ലാമ്പിലൂടെ കയറി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ബേസിലേക്ക് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ട് ആവുകയും ഈ ലാമ്പ് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ചാർജ് വാർണിംഗ് ലൈറ്റ് ഡാഷ്ബോർഡിൽ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കണ്ടീഷൻ എന്താണ്? ഇഗ്നിഷൻ ഓൺ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഇനി വാഹനം സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഈ റോട്ടർ കറങ്ങുന്നതിന്റെ ഫലമായിട്ട് അതിനകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സുകളെ സ്റ്റേറ്റർ കട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്ററിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ പ്രത്യേകത ഈ സൗത്ത് പോളും നോർത്ത് പോളും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ കറണ്ട് AC ആയതുകൊണ്ട് തന്നെ DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ റെക്ടിഫയർ എന്ന് പറയുന്ന ഡയോഡുകളുടെ ഒരു സെറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ പറയാം റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പി കണക്ഷൻ, ഈ സ്റ്റേറ്റർ വൈൻഡിൽ നിന്ന് ഒരു പി കണക്ഷൻ എന്താണ് IC റെഗുലേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ വോൾട്ടേജ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുകയും ഈ വോൾട്ടേജ് ഇവിടെ വന്നതുകൊണ്ട് IC റെഗുലേറ്റർ എന്ന് മനസ്സിലാക്കും, ചാർജിങ് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ട്രാൻസിസ്റ്റർ 2ലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? വാർണിംഗ് ലാമ്പ് ഓഫായി പോവുകയും ചെയ്യും. ഇനി ഇവിടെ റെക്ടിഫിക്കേഷൻ എങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ AC എങ്ങനെയാണ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഉണ്ടാവുന്ന ഈ വോൾട്ടേജ് എന്ത് സംഭവിക്കുന്നു? ഈ ഇതിനകത്തുകൂടെ, അതായത് ഈ റെക്ടിഫയർ യൂണിറ്റിലൂടെ കടന്നു വരുമ്പോൾ അതിനെ എന്താക്കി മാറ്റും? ഇതൊരു 1 വേ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അത് DC ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പുറത്തേക്ക് പോകുന്ന എന്താണ്? DC സപ്ലൈ ആണ്. ആ DC സപ്ലൈ ഈ ബാറ്ററി ലൈനിലൂടെ ബാറ്ററി ചാർജ് ആവുകയും അതിൽ നിന്നുള്ള സപ്ലൈ മറ്റ് ഇലക്ട്രിക് ലോഡുകൾ വർക്ക് ചെയ്യുന്നതിനും കൂടെ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ലോഡിലൂടെ കയറി ഇറങ്ങുന്ന കറണ്ട് വീണ്ടും തിരിച്ച് നെഗറ്റീവ് ഡയോഡിലൂടെ ഇത് എവിടെയാണോ തുടങ്ങിയത് അവിടെ വന്ന് അവസാനിക്കും. അങ്ങനെയാണ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. എഞ്ചിൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്റർ 1 എല്ലാ സമയത്തും ഇതിനെ ഓണാക്കി വെക്കുന്നതിന് ഫലമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയും ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിന്റെ അളവ് കൂടുകയും ചെയ്യും. ആ വോൾട്ടേജിന്റെ അളവ് 14, ഇപ്പം ഓരോ മോഡലിനും വ്യത്യസ്തമായിരിക്കാം, എങ്കിലും ഏകദേശം 13.5 വോൾട്ട് മുതൽ 15.1 വോൾട്ടിനകത്തായിരിക്കും ഒരു നോർമൽ ചാർജിങ് റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ആ നോർമൽ ചാർജിങ് വോൾട്ടേജിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സെൻസിങ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ തന്നെയാണ്. ഇവിടെ ഈ 15.1 വോൾട്ടേജ് അല്ലെങ്കിൽ 14.8 വോൾട്ടേജിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ IC റെഗുലേറ്റർ മനസ്സിലാക്കും ഇത് ഓവർ ചാർജിങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓവർ ചാർജിങ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നോർമലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇതിൻ്റെ ഈ റോട്ടറിൻ്റെ റൊട്ടേഷൻ കുറയ്ക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് കുറയ്ക്കാം.
അപ്പോൾ റോട്ടറിന്റെ റൊട്ടേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല, കാരണം അത് എഞ്ചിൻ ആർപിഎത്തിൻ്റെമായി കണക്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് എഞ്ചിൻ ആർപിഎത്തിന് അനുസരിച്ചാണ് ഈ റോട്ടറിന്റെ ഓപ്പറേഷൻ. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിന് ചെയ്യുന്നത് ഈ റോട്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടുവാനും കുറയ്ക്കാനും സാധിക്കും. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കുറയ്ക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് കുറയുകയും വീണ്ടും ആ നോർമൽ റേഞ്ചിലേക്ക് വരികയും, നോർമൽ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഗ്രൗണ്ട് ചെയ്യുകയും ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നോർമലി ഒരു ചാർജിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാഹനങ്ങളിലും ഈ കൺട്രോളിംഗ് സർക്യൂട്ടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇതിന്റെ ഈ ബേസിക് ഓപ്പറേഷൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഏത് പുതിയ ടെക്നോളജി വന്നാലും ഇതിന്റെ ഈ ഓപ്പറേഷന് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്, റെക്ടിഫയർ അസംബ്ലി ഉണ്ട്. പക്ഷേ ഐസി റെഗുലേറ്ററിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇതിന്റെ ലാസ്റ്റിൽ നമുക്ക് പറയാം. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് നോർമൽ കണ്ടീഷനിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഒരു അബ്നോർമൽ കണ്ടീഷൻ വന്നാൽ ഇത് എന്ത് ചെയ്യുന്നു നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഈ റോട്ടർ ഇവിടെ ഓപ്പൺ ആയി. റോട്ടർ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ഒബ്വിയസ്ലി നമുക്കറിയാം ഈ കോയിൽ മാഗ്നറ്റ് ആവില്ല. കോയിൽ മാഗ്നറ്റ് ആയില്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുകളില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്ററിന് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വോൾട്ടേജ് ഇല്ല. അതിന്റെ ഫലമായിട്ട് ഐസി റെഗുലേറ്റർ എന്ത് മനസ്സിലാക്കും? ചാർജിങ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഉടനെ തന്നെ എന്ത് ചെയ്യും? ട്രാൻസിസ്റ്റർ 2 ഓൺ ആക്കും. അങ്ങനെ ഈ ലാമ്പ് കത്തിക്കെടുക്കും. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആയിരുന്നാലും ഈ ലാമ്പ് കത്തിക്കെടുക്കും. അപ്പോൾ ഇത് ഒരു കണ്ടീഷൻ. ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ നോക്കാം. ഈ കേസിൽ ഈ സെൻസിങ് ലൈൻ ഡിസ്കണക്ട് ആയി എന്ന് വിചാരിക്കുക. ഈ സെൻസിങ് ലൈൻ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നുള്ള ഐസി റെഗുലേറ്ററിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു ലൈൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ബി ലൈൻ എന്ന് പറയുന്ന ഈ ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെൻസിങ് വരുന്നില്ലെങ്കിലും ഈ സെൻസിങ് ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം മനസ്സിലാക്കും എന്ത്? ചാർജിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ബാറ്ററിയിലേക്ക് എത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അതിന് അറിയാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഫലമായിട്ട് സംഭവിക്കും, ട്രാൻസിസ്റ്റർ 2 ഓൺ ആക്കുകയും വീണ്ടും വാർണിംഗ് ലാമ്പ് കത്തിയെടുക്കുകയും ചെയ്യും. ഈ കണ്ടീഷനിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് നടക്കുന്നുണ്ടായിരിക്കും, ബാറ്ററി പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ വാർണിംഗ് ലാമ്പ് കത്തിയെടുക്കുന്നുണ്ടായിരിക്കും. അതിനുള്ള കാരണം ഈ സെൻസിങ് ലൈൻ ഇല്ലാത്തതാണ്. ഇതെല്ലാ വാഹനങ്ങളും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞ, ചില പർട്ടിക്കുലർ വാഹനങ്ങൾ, എക്സാമ്പിൾ ടൊയോട്ട പോലുള്ള വാഹനങ്ങളിൽ ഇങ്ങനെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുൻകാലങ്ങളിൽ, കുറച്ചും കൂടി പുതിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പവർ ട്രെയിൻ കൺട്രോൾ സർക്യൂട്ടുകൾ, പവർ ട്രെയിൻ കൺട്രോൾ മൊഡ്യൂളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സർക്യൂട്ടിലും വ്യത്യാസങ്ങളുണ്ട്. ഇനി മറ്റൊരു കംപ്ലൈന്റ് നമുക്ക് നോക്കാം. ഈ എഫും ഇയും ഈ രണ്ട് ടെർമിനലുകൾ തമ്മിൽ ഷോർട്ട് ആയി വരിക. ഇങ്ങനെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ട്രാൻസിസ്റ്ററിന് പിന്നെ കൺട്രോൾ ഒന്നുമില്ല. ഇത് നേരിട്ട് ഗ്രൗണ്ട് ആയി കഴിഞ്ഞു. ഈ റോട്ടർ എല്ലാ സമയത്തും മാഗ്നറ്റ് ആയിരിക്കും. ഇങ്ങനെ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജ് നേരത്തെ പറഞ്ഞ ഈ 15.1 വോൾട്ടിൽ നിന്ന് ഹയർ വോൾട്ടേജിലേക്ക് പോകും. ഇങ്ങനെ ഹൈ വോൾട്ടേജിൽ പോകുന്ന സമയത്ത് സംഭവിക്കും, ഈ സെൻസിങ് സിസ്റ്റം, ഈ ബാറ്ററി സെൻസിങ് ലാമ്പ് എന്ത് ചെയ്യും? അങ്ങനെ ഈ ബാറ്ററി സെൻസിങ് ലൈൻ എന്ത് ചെയ്യും? ഈ വോൾട്ടേജ് സെൻസിങ്ങിന്റെ ഫലമായിട്ട് ഐസി റെഗുലേറ്ററിന് എന്ത് മനസ്സിലാക്കാം? ഓവർ ചാർജിങ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓവർ ചാർജിങ് സംഭവിക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ 2 ഓൺ ആക്കുകയും വീണ്ടും ഈ ലാമ്പിനെ കത്തിക്കുകയും ചെയ്യും. അപ്പം സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പണ്ട് കാലങ്ങളിലൊക്കെ കൂടുതൽ എന്താണ്, ഈ വാർണിംഗ് ലൈറ്റ് കത്തുന്നത് ചാർജിങ് നടന്നില്ലെങ്കിലാണ്. പക്ഷേ ഈ സിസ്റ്റം അനുസരിച്ച്, ഈ ഒരു ഡയഗ്രാം അനുസരിച്ച് ചാർജിങ് ഓവർ ചാർജ് ആയിക്കഴിഞ്ഞാലും ഇങ്ങനൊരു കണ്ടീഷനിൽ വാർണിംഗ് ലാമ്പ് കത്തും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ അളവ് കുറയും. ഡയോഡുകൾക്ക് കംപ്ലൈൻറ്റ് സംഭവിച്ചാൽ വോൾട്ടേജ് അളവ് കുറയും. ഐസി റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ അണ്ടർ ചാർജിങ് സംഭവിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഐസി റെഗുലേറ്റർ ഓവർ ചാർജിങ് ആവുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഓവർ ചാർജിങ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പുതുതായിട്ട് വരുന്ന വാഹനങ്ങളിൽ സംഭവിക്കാം, ചിലപ്പോൾ രണ്ട് വയറുകൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾക്ക് ആ രണ്ട് കണക്ഷനും PCM ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ PCM കൺട്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈൻ എന്ന് പറയും. ഒന്നിനെ ജനറേറ്റർ ഫീൽഡ് കറണ്ട് എന്നും അതുപോലെ തന്നെ ജനറേറ്റർ സെൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ലൈനിൽ ഒന്ന് ജനറേറ്ററിനകത്ത് എത്ര വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് സെൻസ് ചെയ്യാനും അതിനനുസരിച്ച് രണ്ടാമത് ഈ ഫീൽഡ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതും PCM ആയിരിക്കും. ഇങ്ങനെ PCM കൺട്രോൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ PCM എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും?
അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ബാറ്ററി ടെമ്പറേച്ചർ, ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ചാർജ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ബാറ്ററി ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത് സെൻസ് ചെയ്യും. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് കാണാം പുതിയ വാഹനങ്ങളിലൊക്കെ എന്താണ് ബാറ്ററി നെഗറ്റീവ് ടെർമിനലിൽ ഒരു IBS സെൻസർ, ഇന്റലിജന്റ് ബാറ്ററി സെൻസർ സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൊടുക്കുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ബാറ്ററിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഓൾട്ടർനേറ്ററിന്റെ ഔട്ട്പുട്ട് കുറയ്ക്കാനും കൂട്ടാനും, അതുപോലെ തന്നെ എത്ര ഇലക്ട്രിക് ലോഡ് ഉണ്ടോ ആ ലോഡിനനുസരിച്ച് ഔട്ട്പുട്ട് കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പുതിയതായി വരുന്ന ഈ ജെൽ ടൈപ്പ് ബാറ്ററിയിൽ, AGM ടൈപ്പ് ബാറ്ററിയിലൊക്കെ ആണെങ്കിൽ അത് ആ ബാറ്ററിക്ക് കുറച്ചുകൂടി കപ്പാസിറ്റിയും ലൈഫും കൂടുതലായതുകൊണ്ട് തന്നെ അത്തരം സിസ്റ്റമുള്ള വാഹനങ്ങളിൽ ബാറ്ററി ഒരു പരിധിയിൽ കുറവ് വോൾട്ടേജ് വന്നാൽ മാത്രമേ ഓൾട്ടർനേറ്റർ ചാർജിങ് സിസ്റ്റം ഓൺ ആവുള്ളൂ. അങ്ങനെ വരുന്നുള്ള ഗുണം എന്താണ്, കുറേ സമയത്തേക്ക് ചാർജിങ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിൽ ലോഡില്ലാതെ വർക്ക് ചെയ്യും. അത് അപ്പോൾ അങ്ങനെ ലോഡില്ലാണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടാനായിട്ടുള്ള സഹായങ്ങളും ഉണ്ടായിരിക്കും. അപ്പം ഓരോ സിസ്റ്റവും ഓരോ ടെക്നോളജിയും അല്ലെങ്കിൽ ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇനി ചില വാഹനങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ മോഡലിലൊക്കെ ഈ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് തന്നെ ഇല്ല. അതിന് പകരം എന്താണ് ഈ റെഗുലേറ്റർ കൺട്രോൾ സർക്യൂട്ട് PCMനകത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ആകെ എന്താണെന്ന് റോട്ടർ, സ്റ്റേറ്റർ, റെക്ടിഫയർ അസംബ്ലി മാത്രമേ ഉള്ളൂ. വോൾട്ടേജ് റെഗുലേറ്റർ യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റേ ഇപ്പോൾ അവൈലബിൾ അല്ല ചില ഏറ്റവും പുതിയതായിട്ടുള്ള വരുന്ന വാഹനങ്ങളിൽ. അപ്പം അതിന് പകരം ആ കൺട്രോൾ സർക്യൂട്ട് PCMനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്തൊക്കെ ടെക്നോളജി വന്നാലും നമ്മൾ ഇതിൻ്റെ ബേസിക് ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ടെക്നോളജി വന്നാലും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ഓൾട്ടർനേറ്റർ സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഓൾട്ടർനേറ്റർ കോമ്പോണൻസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഓൾട്ടർനേറ്റർ ടെസ്റ്റിങ്ങുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.